ഹരിനാമ കീർത്തനത്തിലെ 2ാമത്തെ ശ്ലോകത്തിലെ ഒന്നായ നിന്നെ എന്ന ഒരു ചെറിയ ഭാഗം നമ്മൾ നോക്കി. ഇനി ഇഹ രണ്ടെന്നു കണ്ടളവിൽ അതിലൂടെ എന്താണ് എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഇഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം എത്ര നാൾ നിലനിൽക്കുന്നോ അത്രയും നാൾ മാത്രമേ ഇവിടെ ദ്വൈതത്തിന് സ്ഥാനമുള്ളൂ. ദ്വൈതം അദ്വൈതം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം ഒന്നാണെന്നുള്ളതാണ്, ഒറ്റ ഏകമാണ്, അതാണ് അദ്വൈതം. ദ്വൈതം എന്ന് പറയുമ്പോൾ രണ്ടാണ്. അപ്പൊ പ്രപഞ്ചം എത്ര നാളുണ്ടോ അത്ര നാൾ അതിൽ ഈ ദ്വൈതത്തിന് സ്ഥാനമുള്ളൂ. പ്രപഞ്ചമില്ലാതായ ദ്വൈതത്തിന് അവിടെ യാതൊരു പ്രസക്തിയില്ല. പിന്നെ അദ്വൈതം മാത്രമേ ഉള്ളൂ, ഏകമായിട്ടുള്ള പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ട് പറയുന്നത് കേട്ടാ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്, ജീവജാലങ്ങൾ, വൃക്ഷങ്ങൾ, കല്ല്, മണ്ണ്, അങ്ങനെ എല്ലാം, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഒന്നാമത്തെ ചോദ്യം. ഇതെല്ലാം എവിടെയാണ് നിലനിൽക്കുന്നത്? 2ാമത്തെ ചോദ്യം. ഇനി ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എവിടെ ചെന്ന് ലയിച്ചു ചേരുന്നു? 3ാമത്തെ ചോദ്യം. ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് നമ്മുടെ ഋഷീശ്വരന്മാർ സത്യാന്വേഷണത്തിലൂടെ, ഇതിനെയാണ് സത്യാന്വേഷണം എന്ന് പറയുക. യഥാർത്ഥ സത്യം എന്താണെന്ന് അന്വേഷിക്കൽ, അതന്വേഷിച്ച് നമ്മുടെ ഉപനിഷത്തുക്കളിലൂടെയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് അവർ കണ്ടെത്തിയിട്ട് അവർ വളരെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ ലളിതമായിട്ട് അവർ പറഞ്ഞു, ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതായത് ബോധം എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ പരബ്രഹ്മമാണ് അല്ലേ? ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണമുണ്ട് അവിടെ. അതുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, അതില്ലെങ്കിൽ പ്രപഞ്ചമില്ലല്ലോ. അതാണ് ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞത്. ഇനി ഒന്നുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ, ഈ സ്വർണം, വെള്ളി അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സ്വർണത്തിൽ നിന്ന് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? വള, മാല, കമ്മല്, മോതിരം, ഇല്ലേ? ഇതൊക്കെ സ്വർണം കൊണ്ടാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമാണ്. സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ് ഈ പല രൂപത്തിലുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പല വള, മാല, കമ്മല്, അങ്ങനെ അത് വെള്ളിയുടെ ആയാലും ശരി, എന്തായാലും ശരി, ഇതിൻ്റെയൊക്കെ പരമകാരണമായിട്ടുള്ള ഒരാളപ്പുറത്ത് വേറെയുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക്, ബോധം ഉണർന്ന ഒരു വ്യക്തിക്ക് എന്താണ്, ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം സ്വർണമായിട്ട് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ പരമകാരണമായിട്ടുള്ള ആ പരബ്രഹ്മമാണ് എല്ലാം എന്ന് കാണാൻ പറ്റും ബോധം ഉണർന്ന ഒരാൾക്ക്. അത് ഉണരാത്ത നമ്മളെപ്പോലുള്ള ഉള്ളവർക്കാണ് എന്താ, സ്വർണ്ണാഭരണങ്ങളാണ് അല്ലെ പല രൂപത്തിൽ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛനായാലും നമ്മുടെ എഴുത്തച്ഛൻ ഋഷീശ്വരൻ കൂടിയാണ് കേട്ടോ നമ്മളോട് ഇവിടെ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെ ഇങ്ങനെ തന്നെ കാണാനുള്ള കഴിവേ നമ്മൾക്കുള്ളൂ. അതെല്ലാം പരബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരമകാരണം ഇങ്ങനെ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് സകലതിലും ഈശ്വരനെ കാണാൻ പറ്റും. അതാണ് നമ്മൾ പറയാറുള്ളത്, സന്യാസിമാരായിട്ടുള്ളവർ, യോഗികളായിട്ടുള്ളവർ സകല ചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കണം, എല്ലാവരിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതാണ്. ഈ പരബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും, മനസ്സിലായ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പരമകാരണമായിട്ടുള്ള പരബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ അജ്ഞത കൊണ്ടാണ്. അവിദ്യ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിൻ്റെ എല്ലാം ബോധസ്വരൂപമായിട്ടുള്ള പരമകാരണം ഇന്ന സംഭവമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കറിവില്ല. അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. വിദ്യയില്ലായ്മ, അത് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ നമുക്കില്ല. അത് ഋഷീശ്വരന്മാരെങ്ങനെ മനസ്സിലാക്കിയത്? അവർ നിരന്തരമായിട്ടുള്ള മനന, ധ്യാന, ജപത്തിലൂടെയൊക്കെയാണ് അവർ ഈ പറഞ്ഞ പരബ്രഹ്മത്തെ അറിഞ്ഞത്, മനസ്സിലായ? അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെടുമ്പോഴും, ഞാൻ മുൻപ് പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടപ്പെട്ട എന്താ പറയുക, സ്വന്തക്കാരോ ബന്ധുക്കളോ മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തും, അതൊരു വസ്തുവാകട്ടെ, വ്യക്തിയാവട്ടെ, മറ്റെന്താവട്ടെ, അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഈ അലമുറയിട്ട് ഇടി നിലവിളിയിട്ടൊക്കെ കരയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതെല്ലാം പരബ്രഹ്മത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള, എല്ലാം ഒന്നാണ്, ഇതൊക്കെ പല രൂപത്തിൽ കാണുന്നത് മാത്രമാണ്, രൂപം ധരിച്ച് വന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിദ്യാസ്മിത, രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് അവിദ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.